നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ കോച്ചിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ഒരു മാസത്തിനുള്ളിൽ ഹിന്ദി പഠിച്ചിരിക്കണം. അത് വലിയ രൂപത്തിൽ വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ അത് ഒന്ന് തിരിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഒന്നാണ്. നമ്മൾ സോഴ്സായിട്ട് എടുക്കുന്ന അവരുടെ വീഡിയോ തന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പ്രമുഖ മാധ്യമങ്ങളൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ NDTVയുടെ ലേഖനമാണ് നമ്മൾ ബേസ് ചെയ്തിട്ടെടുക്കുന്നത്. എല്ലാറ്റിലും ഇന്ത്യ ടുഡേയിലും ഹിന്ദുസ്ഥാൻ ടൈംസിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും ഒക്കെ നിങ്ങൾക്ക് ഈ വാർത്ത കാണാം. ഹിന്ദി പഠിക്കുക അല്ലെങ്കിൽ ത്രട്ടൻ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് നോക്കാം. ഇത് ഒരു ആഫ്രിക്കൻ ഫുട്ബോൾ കോച്ചിനോടാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. രേണു ചൗധരി എന്ന് പറയുന്ന ഒരു BJP ലീഡറാണ് ഇത്തരത്തിലുള്ള ഒരു ഭാഷ്യം മുന്നോട്ട് വെക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പബ്ലിക് പാർക്കിൽ ഫുട്ബോൾ പഠിപ്പിക്കുന്ന, ഡൽഹിയിലെ ഒരു പബ്ലിക് പാർക്കിൽ ഫുട്ബോൾ പഠിപ്പിക്കുന്ന കോച്ചിനോടാണ് സംസാരിക്കുന്നത്. രേണു ചൗധരി ഇപ്പോൾ വൈറലായിട്ടുള്ള വീഡിയോ അവർ തന്നെയാണ് പങ്കുവച്ചത്. അതിലവർ അൾട്ടിമേറ്റം കൊടുക്കുകയാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ ഒരു അൾട്ടിമേറ്റം കൊടുത്തുകൊണ്ട് താൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള വീഡിയോ അവർ പങ്കുവെക്കുകയാണ്. വീഡിയോ വലിയ രൂപത്തിലൊരു ഔട്ട്റേജ് ഉണ്ടായപ്പോൾ അവരതിൽ ക്ലാരിഫിക്കേഷനുമായിട്ട് രംഗത്തേക്ക് വരികയും ചെയ്തു. സംഭവം എന്താ വെച്ചാൽ, ഒരു ആഫ്രിക്കക്കാരനായിട്ടുള്ള ഫുട്ബോൾ കോച്ച് ആ ഏരിയയിൽ കുറേ വർഷങ്ങളായിട്ട് ഫുട്ബോൾ പരിശീലിപ്പിക്കുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ഫുട്ബോൾ കോച്ച് എന്ന രൂപത്തിൽ അവിടെയുള്ള കുഞ്ഞുങ്ങളെ ഫുട്ബോൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് പോയിട്ടാണ് ഈ ഭീഷണി. എന്താണ് ഭീഷണി? നീ ഇപ്പോഴും ഹിന്ദി പഠിച്ചില്ലേ? എന്തുകൊണ്ട് നീ പഠിച്ചില്ല? നീ ഹിന്ദി പഠിക്കുന്നില്ല വിത്തിൻ 1 month എങ്കിൽ ഈ പാർക്ക് ഉപയോഗിക്കുന്നതിൽ നിന്ന് നിന്നെ വിലക്കും. ഇവിടെ നിൻ്റെ പരിപാടി പിന്നെ നടക്കില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതൊരു ബാൻഡറാണെന്ന് വിചാരിച്ച് ചുറ്റുവട്ടത്തുള്ള ആളുകൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയുകയാണ്, ദിസ് ഈസ് നോട്ട് സംതിങ് ടു ലാഫ് അറ്റ്. ഇത് ചിരിക്കാനുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഐ എം സീരിയസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ്. 8 മാസം മുമ്പ് ഇവനെ ഞാൻ വാണിംഗ് ചെയ്തതാണ്. നീ ഇവിടെ നിന്ന്, ഈ രാജ്യത്ത് നിന്ന് നീ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് ലേൺ ദി ലാംഗ്വേജ് ഓഫ് ദിസ് കൺട്രി ആസ് വെൽ. ഈ രാജ്യത്തിൻ്റെ ഭാഷയും നീ പഠിച്ചിരിക്കണം. അവനെ 8 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വാൺ ചെയ്തതാണ്. ആ സമയം അവനെ ഞാൻ വെറുതെ വിട്ടത് കൃത്യമായിട്ട് ഈ ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. That time I let him go after the people living in the society requested me to, as he teaches their children എന്നുകൂടി അവരോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ രൂപത്തിൽ വിവാദമായി. എങ്ങനെ ഭാഷയുടെ പേരിൽ ഹിന്ദി അറിയാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാദമായപ്പോൾ പിന്നെ ക്ലാരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ 8 മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയി സംസാരിച്ചിരുന്നു MCD പാർക്കിൽ. അപ്പം കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് അവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫുട്ബോൾ ലെസൺസ് പഠിപ്പിക്കുന്നതിന് പണം വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഐ ആസ്ക്ഡ് ഹിം ടു പേ റവന്യൂ ടു ദി MCDക്ക് പണം അടക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഹിന്ദി അറിയില്ല എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആ ഘട്ടത്തിലാണ് അവനോട് ഹിന്ദി പഠിക്കാൻ പറയുന്നത്. MCD ഒഫീഷ്യൽസിന് തീർച്ചയായിട്ടും അവർക്കും ഇംഗ്ലീഷ് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാവും. ദേ വർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം. അയാളോട് സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മറ്റു തരത്തിലുള്ളൊരു സംഭവം ഇതിലില്ല എന്നാണ് പിന്നെ ആ ലീഡർ വിശദീകരണവുമായിട്ട് വന്നിട്ടുള്ളത്. അതേസമയം മറ്റു മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇപ്പം ഈ ഒരു നേതാവ് വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇവിടുന്ന് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടുത്തെ ഭാഷയും പഠിച്ചിരിക്കണം എന്ന്. ഏതായാലും വലിയ രൂപത്തിൽ വിവാദമായി മാറിയ സംഭവമാണിത്. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.